ജീവിതത്തിലെ തെറ്റുകൾ കൊണ്ട് മരണത്തെ ക്ഷണിച്ചു വരുത്തരുത്. സ്വന്തം പ്രവൃത്തി കൊണ്ട് നാശത്തെ. നമ്മൾ പോലും അറിയാതെ ചില പ്രശ്നങ്ങളും ചില പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട്, അപകടങ്ങളും. അപ്പൊ നമ്മളൊരു ബൈക്ക് വളരെ മാന്യമായിട്ട് സൈഡിൽ കൂടെ ഓടിച്ചുകൊണ്ട് പോവുക. അപ്പുറത്ത് ഒരു കാറുകാരൻ നിയന്ത്രണം വിട്ട് വന്ന് നമ്മളെ ഇടിക്കുക. നമുക്കെന്താ തെറ്റുള്ളത്? ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷേ നമ്മൾ ബൈക്കിൽ അഭ്യാസം കാണിച്ചു പോവുകയാണ്. അതിനിടയിൽ സ്കിഡ് ചെയ്ത് ഒരു ലോറിയുടെ അടിയിലേക്ക് പോയി. ഒരു വലിയ അപകടം ഉണ്ടായി. ആരുടെ തെറ്റാ? നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ടാ. നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നാശം കടന്നു വരുവാൻ ഇടയാകരുതും എന്നുള്ളതാണ് വചനത്തിൽ പറയുന്നത്. നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട് നമ്മുടെ ജീവിതം നശിച്ചു പോകാൻ ഇടയാകരുതും എന്നുള്ളതാണ് വചനത്തിൽ പറയുന്ന കാര്യം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ ചില സ്വഭാവ ദൂഷ്യങ്ങൾ കൊണ്ട് നമുക്ക് ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകും. നമ്മുടെ ചില പെരുമാറ്റ ദൂഷ്യങ്ങൾ കൊണ്ട് ആളുകൾ നമ്മളെ അടുപ്പിക്കാതിരിക്കും. നമ്മളെ പൊതു സ്ഥലത്തിൽ നിന്ന് നമ്മളെ ആളുകൾ മാറ്റി നിർത്തും. നമ്മുടെ കയ്യിലിരിപ്പ് കൊണ്ട്, നമ്മുടെ തഴക്ക ദോഷം കൊണ്ട്, നമ്മളുടെ ചില പ്രവൃത്തി ദോഷങ്ങൾ കൊണ്ട്, ദുസ്വഭാവങ്ങൾ കൊണ്ട് നമുക്ക് ചില രോഗങ്ങൾ പിടിപെടും. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ നമ്മുടെ തന്നെ നാശത്തിന് കാരണമായിട്ട് മാറരുതും എന്നുള്ളതാണ് വചനം പറയുന്നത്. തിരിച്ചറിയാൻ പറ്റട്ടെ. ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.